ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോൾഡൻ ട്രയോ. കുറേ നാളെ നമ്മളൊരു ബ്യൂട്ടി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്യൂട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ എങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. മുടി നല്ലൊരു ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം വീട്ടിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ഫുള്ളായിട്ട് കാണണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. പിന്നെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാൻ പോവാം. ആദ്യം തന്നെ നമുക്കതിന് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് വേണം. അതായത് നമ്മുടെ ചോറ് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ബസ്മതി റൈസോ അല്ലെങ്കിൽ സാധാരണ വൈറ്റ് റൈസോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ചോറാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിനുശേഷം നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്താണ്. ജെല്ല് എടുക്കുന്നതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. പിന്നെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഹെയർ ലെങ്ത്തിന് ആവശ്യത്തിന് അല്ലെങ്കിൽ ഇതൊന്ന് പേസ്റ്റ് ആക്കാൻ രൂപത്തിന് ആവശ്യത്തിന് കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് എഗ് വൈറ്റ്. ഞാനിവിടെ ഒരു എഗ്ഗിൻ്റെ വെള്ളയാണ് എടുത്തേക്കുന്നത്. എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മുടി ഭയങ്കര ഫ്രിസി ഹെയർ ആണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ, അതായത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാണ് ഇത് എടുത്തേക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ലിക്വിഡായിട്ട് നമ്മളൊന്നും അരിച്ചിട്ടൊന്നുമല്ല എടുത്തേക്കുന്നത്. കാരണം നമുക്കിത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട് മുതൽ ടിപ്പ് വരെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം മുടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ്സ് മുടിയിലോട്ട് പെനട്രേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളവിടെ യൂസ് ചെയ്തേക്കുന്നത് കുക്ക്ഡ് റൈസാണ്. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ യൂസൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കും. നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത്രയും നല്ലതാണ് കഞ്ഞിവെള്ളം. പക്ഷെ നമ്മളവിടെ കുക്ക്ഡ് റൈസാണ് യൂസ് ചെയ്തിരുന്നത്. കാരണം ഇതൊരു ക്രീമായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു ബേസിന് വേണ്ടിയിട്ടാണ് ഫുൾ അരി മുഴുവനായിട്ട് എടുത്തേക്കുന്നത്. ഇത് തലയ്ക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഡാൻഡ്രഫ് മാറാനും അതുപോലെ മുടിയുടെ സ്ട്രാൻഡ്സൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആക്കാനും അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ റൈസിൽ വൈറ്റമിൻ B, C ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുടിക്ക് അത്രയും ബെനിഫിറ്റാണ് ഉള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെ ഡാമേജ്ഡ് ഹെയർ ഫോളിക്കിൾസിനെ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്യും. ഇതേ സെയിം പ്രോപ്പർട്ടീസാണ് കോക്കനട്ട് മിൽക്കിനും ഇവിടെ ഉള്ളത്. നന്നായിട്ട് മുടി കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കനട്ട് മിൽക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് എഗ് വൈറ്റ് ഏറ്റവും നല്ല പ്രോട്ടീനാണ്. നമ്മുടെ മുടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോട്ടീനാണ് എഗ് വൈറ്റ്. അതുകൊണ്ട് തന്നെ എഗ് വൈറ്റ് നമ്മൾ തലയിൽ മന്ത്ലി വൺസ് എങ്കിലും യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ മുടി അത്രയും സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു വൈറ്റമിൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രിസി ഹെയർ ഉള്ളവർ മാത്രം അത് ആഡ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ചെയ്ത്. കാരണം ഓയിലി ഹെയർ ഉള്ളവർ അത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് മുടി ഭയങ്കര ഫ്രിസ് ആയിട്ടുള്ളവർക്ക് ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഫുൾ എല്ലാത്തിലും മോയ്സ്ചറൈസേഷൻ ഉണ്ട്. എന്നാൽ കൂടി നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഇടുമ്പോഴത്തേക്കും ഒരു ഷൈനി അപ്പിയറൻസ് നമ്മുടെ ഹെയറിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഈ പാക്ക് നമ്മളിനി ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഒരു 20 to 30 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിക്കളയണം. മുടി ഒരുപാട് ഡ്രൈ ആവാൻ അനുവദിക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ കഴുകിക്കളയണം. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതിന് മെയിൻ പോയിന്റ് 2 കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുടി ഒത്തിരി ഡ്രൈ ആയി പോകരുത്. ചോറായതുകൊണ്ട് തന്നെ മുടിയിൽ ഒട്ടിയിട്ട് എയറൊക്കെ അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണങ്ങാൻ ചാൻസ് ഉണ്ട്, ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആവാതെ നോക്കുക. ഒരു പാർട്ട് ഡ്രൈ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് പാർട്ട് ഡ്രൈ ആയി തുടങ്ങും. ആ സമയത്ത് തന്നെ പോയി കഴുകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 20-30 മിനിറ്റ് ഓരോരുത്തരുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച്. ഒത്തിരി തിക്കുള്ള മുടിയാണെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ എടുക്കും. തീരെ ഒട്ടും കട്ടിയില്ലാത്ത മുടിയാണെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനകത്ത് നന്നായിട്ട്
നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും. ആ ഒരു ടൈമിൽ തന്നെ പോയി കഴുകണം കേട്ടോ. കഴുകുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കഴുകുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. ഒട്ടും തലയിൽ അതിൻ്റെ ഒരു പാർട്ടിക്കിൾസും അതിൽ ഇരിക്കാതെ ശ്രദ്ധിക്കണം. അത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ഡാൻഡ്രഫ് പോലത്തെ പ്രോബ്ലംസ് വരും. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കഴുകാൻ നോക്കുക. നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് അരിച്ചാണ് എടുക്കുന്നത്. അരിച്ചെടുത്തിട്ട് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ. അപ്പം കഴുകി കളയാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ നീരല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇത് തലയിൽ നന്നായിട്ട് ഒട്ടിയിരിക്കാൻ പറ്റും. എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ഹെയർ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല സ്മൂത്ത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നതുകൊണ്ടൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ലൊരു മാനേജബിൾ ഹെയർ ആയി ഇപ്പോൾ. ഇത് വീക്ക്ലി വൺസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഭയങ്കര ഫ്രിസി ഹെയർ ഒക്കെ ഉള്ള ഒരു വീക്ക്ലി വൺസ് ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വേറെ ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി ഞങ്ങളിൽ നിന്ന് എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അക്കുവാണ് ഡാൻസ് വീഡിയോസ് ചെയ്യുന്നത്. അതിനൊക്കെ ഒത്തിരി വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. വളരെ താങ്ക്സ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഡാൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഒത്തിരി കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാത്തത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് മ്യൂസിക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.